നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൈറൽ ഇൻഫെക്ഷൻസ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി മംസ് പോലത്തെ അസുഖങ്ങൾ. അപ്പം യൂഷ്വലി ഇന്ന് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അഡൽട്ട് ഗ്രൂപ്പിലും കാണാം, അതേപോലെ തന്നെ കുട്ടികളിലും കാണപ്പെടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ മംസ് അല്ലെങ്കിൽ മുണ്ടി നീരിൻ്റെ ലക്ഷണങ്ങളും അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതും അതിൻ്റെ പ്രതിവിധികൾ എങ്ങനെ നമുക്ക് ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാമെന്നും ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് അതായത് ഒരു തരം വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം അതുണ്ടാക്കുന്ന വൈറസിൻ്റെ പേരാണ് പാരാമിക്സോ വൈറസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ സ്രവത്തിലൂടെ ഒരാളെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. സ്രവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉമിനീരറ്റം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്രവങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വയസ്സ് കണക്ക് നോക്കുകയാണെങ്കിൽ 5 വയസ്സ് മുതൽ 15 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു മുണ്ടിനീര് അല്ലെങ്കിൽ മംസിൻ്റെ ബുദ്ധിമുട്ട് ബാധിക്കുന്നത്. എന്നാൽ അഡൽട്ട് ഗ്രൂപ്പിനെയും ഇത് ബാധിച്ചെന്ന് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ലക്ഷണങ്ങളുണ്ട്. പ്രധാനമായിട്ടും അതായത് അതിൻ്റെ സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഫസ്റ്റ് ഡേയ്സിലൊക്കെ കാണപ്പെടുന്നത് പറഞ്ഞാൽ ശരീരം മൊത്തം വേദന അനുഭവപ്പെടാം, പനി അനുഭവപ്പെടാം, അതോടൊപ്പം തന്നെ തലവേദന, ചിലപ്പം തൊണ്ടവേദനയായിട്ട് അനുഭവപ്പെടുന്നതാണ്, ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് ഇനീഷ്യലി പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്വെല്ലിങ്, ഒരു നീര് വെച്ചൊരു ഫേഷ്യൽ അപ്പിയറൻസ് കാണപ്പെടാവുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നുണ്ട്, സലേവറി ഗ്ലാൻഡ് എന്ന് പറയും. സലേവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പം നിങ്ങളെ വായിലേക്ക് ആ ഒരു ഉമിനീർ സെക്രീഷൻസിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് സലേവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഈ ഒരു പാരാമിക്സോ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കോശങ്ങൾക്ക് വിഭജനം സംഭവിക്കുകയും അവിടെ നീർക്കെട്ടായിട്ടോ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ വലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ ഇടത്തെ സൈഡിലോ ഒക്കെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഒരു സ്വെല്ലിങ് പോലെ വേദനയോട് കൂടിയിട്ടുള്ള ഒരു സ്വെല്ലിങ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മംസിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 ദിവസം മുതൽ 15 ദിവസം വരെയാണ്. അതായത് എന്നിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂറേഷനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതൊരു 2 വീക്സിൻ്റെ അടുത്താണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെ ഈ ഒരു സലേവറി ഗ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ സലേവയെ കൂടുതലായിട്ടും ഇത് അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേദന, അതായത് ഉമിനീരിറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു, ഒരു ഫുഡ് ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, വേദന അനുഭവപ്പെടുന്നതാണ്. ചിലപ്പോൾ നമ്മളൊരു കൈ കൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ, ഒരു ചൂട് ഫീൽ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഒരു റെഡിഷ് ഡിസ്കളറേഷൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ചൊരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനം, ഛർദി, ചെവി വേദന, തലവേദന, അതായത് ഈ ഒരു ഗ്രന്ഥി ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ റിമൈനിങ് സ്ട്രക്ചേഴ്സിലേക്കെല്ലാം വേദന അനുഭവപ്പെടാം. ചെവിയിലേക്ക് വേദന അനുഭവപ്പെടാം, തലയിലോട്ട് വരാം, ചിലപ്പോൾ നമുക്ക് കണ്ണിനൊരു കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് കാണാം. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള പനിയും അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിസിൻസ് തുടങ്ങേണ്ടതാണ്. ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ 1 ആഴ്ച മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു ക്യൂർ ലഭിക്കുന്നതാണ്. അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്റ്റും മെഡിസിൻസും എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സ് കൊണ്ട് തന്നെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഡിസപ്പിയർ ചെയ്ത് പോകുന്നതാണ്. എന്നാൽ ഒരു അഡൽട്ട് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി ഇപ്പം മെയിലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, പുരുഷന്മാരിലെ കേസ് നോക്കുകയാണെങ്കിൽ മംസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയുടെ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം ഈ വൈറസ് അല്ലെങ്കിൽ ഈ
പാരാമിക്സോ വൈറസ് പുരുഷന്മാരുടെ വൃഷണത്തിലും അതേപോലെ തന്നെ ടെസ്റ്റിസിലും കൂടി അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നീർക്കെട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ടെസ്റ്റിസിനെയാണ് നമ്മൾ ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അസുഖം രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ സെക്ഷൽ കംപ്ലയിൻസ് എല്ലാം കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ അണ്ടോൽപാദനം കൃത്യമല്ലാതാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി അതേപോലെ തന്നെ PCOD പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെവി വേദന വന്നിട്ട് ആ ഒരു ഇൻഫെക്ഷൻ ചെവിയിലേക്ക് സ്പ്രെഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾവിക്കുറവ് വരെ സംഭവിച്ചൊന്ന് വരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ബ്രെയിൻ്റെ സ്ട്രക്ചറിലേക്കും ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുകയും മെനിഞ്ചൈറ്റിസ്, അതായത് നമ്മുടെ ബ്രെയിൻ്റെ അകത്തുള്ള ഓരോ ലെയേഴ്സിനെല്ലാം ഇൻഫ്ലമേഷൻസ് ബാധിക്കുകയും മെനിഞ്ചൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചില കേസസ്, കുറച്ച് റെയർ ആയിട്ടുള്ള കേസസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ജോയിൻസിനെല്ലാം ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യും, ഒരു തരം ആർത്രൈറ്റിസ് കംപ്ലയിൻസ് തുടങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ ഇത് വളരെ റെയർ ആയിട്ട് മാത്രമാണ്. ഇനീഷ്യലി തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇനീഷ്യലി തന്നെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യുക. സെൽഫായിട്ടുള്ള ഒരു മെഡിക്കേഷൻസും ഇതിന് ചെയ്യാൻ പാടില്ല. അത് പല കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ റെസ്റ്റ് ആണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ മറ്റു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കുള്ള ആ ഒരു കോണ്ടാക്ട് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് മാസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൗ ഒക്കെ ഉപയോഗിച്ചിട്ട് ഓരോ വസ്തുക്കൾ എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഐസൊലേറ്റ് ചെയ്യുക. നമുക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് റൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യൂറും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ആ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറത്തുള്ളൂ. അപ്പം ഒരു റൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ ശ്രമിക്കുക. എന്നാലേ ഉള്ളൂ ആ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് വിത്തിൻ 2 വീക്സ് അല്ലെങ്കിൽ 14 ഡേയ്സ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകത്തുള്ളൂ. ഇനി ഭക്ഷണ രീതികൾ നോക്കുവാണെങ്കിൽ മാക്സിമം സിട്രസ് ഫ്രൂട്ട്സ് ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സിട്രസ് എന്ന് പറയുമ്പം ഓറഞ്ച്, മൊസംബി, നെല്ലിക്ക ഇത്തരം സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങളോ അധികം എരിവില്ലാത്ത അല്ലെങ്കിൽ അധികം സാൾട്ടൊന്നും ആഡ് ചെയ്യാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. പലരും ചിന്തിക്കും ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിച്ചാൽ ഈ ഒരു അസുഖം മാറാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ചില കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഞാൻ ഇനീഷ്യലി പറഞ്ഞു. സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട്സ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. വിൻ്റർ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു ടൈമിലാണ് വൈറസിൻ്റെ വ്യാപക ശേഷി വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് സ്വെല്ലിംഗ് അനുഭവപ്പെടാം. അതായത് ഈ താടീൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് സ്വെല്ലിംഗ് അനുഭവപ്പെടാം, വേദന അനുഭവപ്പെടാം, ഫീവർ അതായത് പനി ഉണ്ടാവുന്നതാണ്, ക്ഷീണം അനുഭവപ്പെടാം, ഉമിനീരിറക്കാനും അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ചവയ്ക്കാനും ഓക്കാനും ഛർദി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളതൊരു നിസ്സാരമായി കാണരുത്. അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിംറ്റംസ് കാണുവാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.